വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വന്നപ്പോഴേക്കും വിളക്ക് കൊളുത്തുന്ന ടൈമായി കേട്ടോ. എല്ലാ ദൈവങ്ങളുള്ള ഒരു അമ്പലം പോലെ ഫീൽ ചെയ്യുന്നല്ലേ. ഇപ്പോൾ സമയം രാത്രി 8:30. ഇനി നമുക്ക് രാത്രിയിലെ ഫുഡിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ലെമൺ റൈസ് ആണ്. ഈ അടുത്ത് കുറച്ച് നാളായിട്ട് ഞാനും സവാള എത്ര നല്ല ടീംസിലല്ല കേട്ടോ. മുൻപ് എന്നെ ഇത്രയും കറിയിക്കത്തില്ലായിരുന്നു. ആവശ്യത്തിന് സവോള, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അല്ല, ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ച് അങ്ങ് ചെയ്തോ. അല്ലെങ്കിലും കഴിക്കുമ്പോൾ എന്ത് ഷേപ്പല്ലേ. ഇനി നമുക്ക് ലെമൺ റൈസിന് കുറച്ച് പച്ചപ്പൂ ഹരിതാപ്പൂ ഒക്കെ വേണ്ടേ. കുനുകുന അരിനെ കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാമേ. ലാസ്റ്റ് നമ്മുടെ നാരങ്ങ പുള്ളിയാണല്ലോ നമ്മുടെ മെയിൻ. ഇനി നമുക്ക് അംഗത്തിലേക്ക് കിടക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കടലപ്പരിപ്പ്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ നാരങ്ങ നീര് ഒഴിക്കണേ. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇവിടുത്തെ റൈസ് നമ്മുടെ ബിരിയാണി അരി കൂട്ടത്തെ കുഞ്ഞരി ആയതുകൊണ്ട് ലെമൺ റൈസ്, തക്കാളി ചോറ്, തൈര് സാധം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണേ.